നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കലയും കലാകാരന്മാരും കാലത്തെ ഉഴുതുമറിക്കുന്നവരാണ് എന്നാണല്ലോ നാം പറയുന്നത്. എന്നാൽ കേരളത്തിന് മനസ്സും യശസ്സുമുയർത്തിയ മലയാളത്തിന്റെ സ്വന്തം കലകളെ നാം മറന്നുകൊണ്ടേയിരിക്കുന്നു എന്ന വാക്കും അകലെയല്ല. ധാരാളം കലകളും കലാകാരന്മാരും നമ്മുടെ മണ്ണിലുണ്ടായിട്ടും ആരും പ്രാധാന്യം നൽകുന്നില്ല താനും. അതിനായി നാം ഏറെ പണിപ്പെടേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഓരോ വാർഷികവും അതുപോലെ തന്നെ ഓരോ ആഘോഷങ്ങളും കലകൾക്കായുള്ള ഇടമായി മാറുന്ന കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ട് ക്രിസ്മസ് അപ്പൂപ്പന്റെ സ്വന്തം നാടായ ഫിൻലാൻഡിലെ പ്രവാസി മലയാളികൾ ലോകത്തിലെ നാനാഭാഗങ്ങളിലുമുള്ള മലയാളികൾക്ക് മാതൃകയായി മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. FIMA അതായത് ഫിൻലാൻഡ് മലയാളി അസോസിയേഷൻ അതിന്റെ 4ാം വാർഷികത്തിൽ 6-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്കായി ഒരു പെയിന്റിംഗ് മത്സരം അവതരിപ്പിക്കുകയുണ്ടായി. പറയാൻ വാക്കുകളില്ലാത്ത വർണ്ണപ്പകിട്ടാർന്ന പെയിന്റിംഗ് മത്സരത്തിന് വർണ്ണം എന്ന പേരായിരുന്നു നൽകിയിരുന്നത്. കുട്ടികൾക്ക് അവരുടെ ഭാവനയെ കടലാസിൽ വരയ്ക്കാനും അവർക്ക് സുഖപ്രദമായ മാധ്യമം ഉപയോഗിച്ച് നിറങ്ങൾ നൽകാനും അവസരം നൽകിക്കൊണ്ടുള്ള ഒരു ഇവന്റ് ആയിരുന്നു അരങ്ങേറിയിരുന്നത്. ആകർഷകരമായ സമ്മാനങ്ങളും 45 മിനിറ്റ് ആർട്ട് വർക്ക്ഷോപ്പും പങ്കെടുക്കുന്നവർക്ക് ലഭിക്കുകയുണ്ടായി. വർണ്ണം എന്നാൽ മലയാളത്തിൽ നിറം എന്നാണ്. സംസ്കൃതകൃതിയായ വർണ്ണത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ഈ വർണ്ണം എന്ന വാക്ക്. എല്ലാ മനോഹരമായ പെയിന്റിങ്ങുകളുടെയും കലാസൃഷ്ടികളുടെയും അടിസ്ഥാനം എന്നത് വർണ്ണം തന്നെയാണ്. ഇത്തരത്തിൽ അർത്ഥവത്തായ പദം ഫിൻലാൻഡ് പ്രവാസി മലയാളികൾക്കായി നൽകിയത് ഉണ്ണിയായിരുന്നു. ഇന്ത്യക്ക് ചുറ്റും ഈ പദം രംഗ്, നിറം തുടങ്ങിയവയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നുണ്ട്. പേപ്പറുകളിൽ ഇത്തരം വർണ്ണപ്പകിട്ടാർന്ന കലാസൃഷ്ടി പൂർത്തിയാക്കാൻ 1.5 മണിക്കൂർ സമയം നൽകുകയും ചെയ്യുകയുണ്ടായി. വ്യത്യസ്ത പ്രായത്തിലുള്ളവർക്ക് വ്യത്യസ്ത തീമുകൾ നൽകിക്കൊണ്ട് തീം അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു മത്സരം. ഗ്രൂപ്പ് 1-ൽ 5 മുതൽ 7 വർഷം വരെ വനം എന്ന തീമായിരുന്നു. ഗ്രൂപ്പ് 2 8 മുതൽ 11 വർഷം വരെ സമുദ്രമായിരുന്നു. ഗ്രൂപ്പ് 3 12 മുതൽ 15 വയസ്സ് വരെയുള്ളവർക്ക് ഏകാന്തതയായിരുന്നു വിഷയം. പേപ്പർ മാത്രമേ ഇതിനായി നൽകുകയുണ്ടായിരുന്നുള്ളൂ. ഇവർക്കായി കളർ പെൻസിലുകൾ, സ്കെച്ച് പേനകൾ, കളർ പാസ്റ്റലുകൾ, അക്രിലിക് വാട്ടർ കളർ എന്നിവ നൽകുകയുണ്ടായി. അങ്ങനെ ഫിൻലാൻഡിലെ പ്രവാസി മലയാളികൾ വാർഷികാചരണം നടത്തിയത് കലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടായിരുന്നു. അവർ ലോകത്തിലെ നാനാഭാഗങ്ങളിലെ പ്രവാസി മലയാളികൾക്കും ഒരു മാതൃകയാകുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.